നമ്മളൊക്കെ വല്ലാത്ത തിരക്കുകളിലാണ്. ഈ ദുനിയാവിൽ എത്ര കാലം ജീവിക്കുമോ അത്രയും കാലം സമയം തിരക്കൊഴിഞ്ഞ ഒരു സന്ദർഭം പലപ്പോഴും നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാവാറില്ല. എന്തിനാണ് ഇത്രമാത്രം തിരക്ക് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേയുള്ളൂ. മരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ചില ബാധ്യതകളുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്തു തീർക്കണം, എന്തെങ്കിലുമൊക്കെ കുറെ സമ്പാദിക്കണം, തന്റെ ജീവിതം അതിന്റെ പരമാവധി ആസ്വദിച്ച് ജീവിക്കണം. ഇങ്ങനെയൊക്കെ ഓരോ ലക്ഷ്യവും മനസ്സിലുള്ളത് കൊണ്ടാണ് പല ആളുകളും തിരക്കിലായി പോകാനുള്ള കാരണം. പക്ഷെ എത്രമാത്രം തിരക്കിലാണെങ്കിലും സമാധാനക്കേടുണ്ടെങ്കിലും പലപ്പോഴും നമുക്കുള്ള വലിയൊരു സന്തോഷം തിരിച്ചു വന്ന് കയറാൻ നമുക്കൊരു വീടുണ്ട്. ഏതൊക്കെ സങ്കടത്തിലാണെങ്കിലും ആ വീട്ടിലേക്കൊന്ന് കയറി തന്റെ ബെഡിലൊന്ന് നെണ്ടു നിവർന്ന് കിടക്കുമ്പം കിട്ടുന്ന സുഖം അത് ഈ ലോകത്ത് മറ്റൊരു സ്ഥലത്തും പലർക്കും കിട്ടാത്തതാണ്. അതുകൊണ്ട് ഓരോ രാവും നമുക്ക് സമാധാനമെടുക്കാനുള്ള സമയമാക്കി അള്ളാഹു നിശ്ചയിച്ചു തന്നതും രാത്രി വരെ അധ്വാനിച്ചൊന്ന് കിടന്നുറങ്ങി നേരം വെളുക്കുമ്പോഴേക്കും നമ്മളൊരു പൂർണ്ണ ഉന്മേഷത്തിലേക്കെത്തും. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ കയറി ചെല്ലാൻ ഒരു വീടുണ്ടാവുക, അവിടേക്ക് തിരിച്ചൊന്നു പോയി സമാധാനമെടുക്കുക, ഇതൊക്കെ നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും കയറിയാൽ പുറത്തിറങ്ങാനോ മറ്റൊരാൾക്കും ഒരു സമാധാനമോ സ്വസ്ഥതയോ എത്തിച്ചു തരാനോ പറ്റാത്ത ഒരു വീടിനെ പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഥവാ എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്ന ഒരു ഭവനം ഒരിക്കൽ കയറിയാൽ പിന്നീട് അതിൽ നിന്നും പുറത്തേക്കൊരു തിരിച്ചിറക്കമില്ല. ആ വീട്ടിലേക്ക് എന്തെങ്കിലും എത്തിച്ചു തരാൻ ഭൂലോകത്തുള്ള മറ്റാര് വിചാരിച്ചാലും സാധ്യമല്ല. അതിൻ്റെ ഉള്ളിൽ വെളിച്ചമാണോ ഇരുട്ടാണോ ഇതൊന്നും അറിയാത്ത ആ വീടിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാവർക്കും തുല്യമായിരിക്കും. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ റൂം, എല്ലാവർക്കും ഒരേ വലുപ്പം, ഒരേ രൂപം. ആർക്കും പണം കൂടിയതിന്റെ പേരിൽ ഒരു പ്രത്യേക ആ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്ന ഖബർ എന്ന വീട്. പക്ഷെ ആ ഖബറിനെ പറ്റി ചിന്തിക്കാൻ നമുക്ക് നേരല്ല. ആ ഖബറിലേക്ക് എന്തുണ്ട് എനിക്ക് കൊണ്ടുപോകാൻ, ആ വീട്ടിൽ എന്നെ കാത്തിരിക്കുന്നത് എന്ത് എന്ന് ചിന്തിക്കാൻ പോലും നമ്മൾ സമയം കണ്ടെത്താറില്ല. മുൻഗാമിയായ താഴ്വ മുസ്ലിയാർ ഓർമ്മപ്പെടുത്തിയതുപോലെ ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നീ ഞെട്ടേണ്ടതാ, കാണുമ്പോൾ വാ വിട്ടു നീ കരയേണ്ടതാ. ആ ഖബർ എന്നെയും നിങ്ങളെയും കാത്തിരിക്കുമ്പോ അതിനെപ്പറ്റി ഒന്ന് ഓർക്കാൻ പോലും നമുക്ക് നേരം കിട്ടുന്നില്ലെങ്കിൽ, 6 അടി മണ്ണിലേക്ക് ഒരിക്കലും പോകില്ലെന്ന് പറയാൻ സാധിക്കാത്ത നമ്മുടെ ജീവിതം പിന്നെന്ത് നേട്ടമാണ് നേടിയത് എന്ന് നമ്മൾ ഓരോരുത്തരെയും സങ്കടപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. വമിൻ വറാഇഹിം ബർസഖുൻ, നിങ്ങളെല്ലാവരും പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്ന ഖിയാമത്ത് നാളിന്റെ മുൻപ് അവർക്ക് കയറി ചെല്ലാൻ ഒരു വീടുണ്ട് പ്രവാചകരെ. ബർസഖിയായ ലോകം, ഖബറെന്ന ലോകം. ആ ഖബറെന്ന ലോകത്തിൽ ഒരാളും ആ ഖബറിലേക്ക് എത്തിപ്പെടാനില്ല. മഴവെള്ളത്തിൽ മുങ്ങി മരിച്ചവനാണെങ്കിലും പൊട്ടിത്തെറിച്ചവനാണെങ്കിലും ചാരമാക്കിയവനാണെങ്കിലും ഏതൊരു മനുഷ്യനാണോ അവരെല്ലാവരും ആ ഖബറെന്ന ലോകത്തിലേക്ക് എത്തും. ശരീരം നശിപ്പിച്ചതുകൊണ്ട് ഖബറിന്റെ ഇല്ല എന്ന് വ്യാഖ്യാനിക്കരുത്. എല്ലാവരും ഖബറിലേക്കെത്തും. ആ ഖബറിനെ പറ്റി ഓർക്കാനും ആ ഖബറിലേക്കുള്ള യാത്ര എളുപ്പമാക്കാനും നമ്മളിലെ എത്ര ആളുകൾക്ക് സാധിച്ചു എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. പക്ഷേ ഈ ദുനിയാവിലെ ബാക്കി എല്ലാ സ്ഥലത്തേക്കും നമ്മൾ യാത്ര പോകും. എല്ലാ സ്ഥലവും മണിക്കൂറുകളോളം നമ്മൾ കാത്തിരിക്കും. പക്ഷെ ഞാൻ വിശ്വസിക്കാറുണ്ട്, ഈ ലോകത്ത് നമ്മുടെ ചുറ്റുപാടുകളിലെ ഏറ്റവും ചിന്തിപ്പിക്കുന്നൊരു സ്ഥലമേതാണെന്നറിയോ? നമ്മളെ ഈ ജംഗ്ഷനിൽ നിന്നും കോതിപ്പാലം വരെയുള്ള ആ ഒരു റോഡ്,
ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നലെ വൈകുന്നേരം ആ റോട്ടിന്റെ ഒരു ഭാഗത്തിൽ നിന്ന് ചിന്തിച്ച ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒരു ഭാഗത്ത് ആളുകൾ ആർത്തുല്ലസിക്കുന്നു, കടലെന്ന മഹാസാഗരത്തിന്റെ മുൻപിൽ ആനന്ദം കണ്ടെത്തുന്നു, മക്കളെയും കുടുംബത്തെയും കൂട്ടി തന്റെ ജീവിതത്തിന്റെ എല്ലാ സൗന്ദര്യങ്ങളും അവർ പ്രകടിപ്പിക്കുന്നു. എങ്കിൽ ഒരു റോഡിന്റെ ഇപ്പുറോ എന്താണെന്ന് പോലും അറിയാത്ത കബറിനുള്ളിൽ ജീവിതത്തിന്റെ സങ്കടങ്ങളോ ദുരന്തങ്ങളോ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന പതിനായിരങ്ങൾ ആ കബറിനുള്ളിലുണ്ട്. ബീച്ചിന്റെ സൈഡിൽ കളിക്കുന്നവർക്ക് കബറിൽ കിടക്കുന്നവരെ പറ്റി ചിന്തിക്കാൻ നേരമില്ല. ഒന്ന് പോയി നോക്കാൻ പോലും മനസ്സനുവദിക്കുന്നില്ല. പക്ഷേ ആ കബറിൽ കിടക്കുന്നവരോ ഇവരെക്കാൾ ലോകം ആസ്വദിച്ചവരാകാം, ഇവരെക്കാൾ പലപ്പോഴും ദുനിയാവ് കണ്ടെത്തിയവരാകാം. പക്ഷേ ഇന്ന് ആ കബറിന്റെ ഉള്ളിൽ അവരെ കരച്ചിൽ ഒരു വേലിക്കപ്പുറത്തുള്ള ആ ഒരു ഭാഗത്തേക്ക് പോലും കേൾക്കുന്നില്ല. അവർക്ക് ഇവരുടെ സന്തോഷം കാണാൻ നേരമില്ല. അവർക്ക് അവരുടേതായ സങ്കടങ്ങളിൽ വീർപ്പുമുട്ടി ജീവിക്കുമ്പോ ഒന്ന് കണ്ണടച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ മുഹമ്മദ് അലി കടപ്പുറത്തിന്റെ ജംഗ്ഷനിൽ നിൽക്കുമ്പോ വലതുഭാഗത്ത് ജീവിതം ആസ്വദിക്കുന്ന പതിനായിരങ്ങൾ, ഇടതുഭാഗത്ത് ജീവിതത്തിൽ അള്ള ഏൽപ്പിച്ച ഭേദാൽ സങ്കടങ്ങളോ സന്തോഷമോ അനുഭവിക്കുന്ന മറുഭാഗത്ത് പതിനായിരങ്ങൾ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും അതിന്റെ അടിയിലേക്ക് എത്തും. അവിടെ കാത്തിരിക്കുന്നത് എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കണം നമ്മൾ ഓരോരുത്തരും ദുനിയാവിൽ സമ്പാദിക്കേണ്ടത്. ആ ആഖിറത്തിനെ പറ്റി അഥവാ തൊട്ടപ്പുറത്തുള്ളവരെ പറ്റി ചിന്തിക്കാൻ കബറിൽ കിടക്കുന്നവർക്കും സമയമില്ല. കബറിൽ കിടക്കുന്നവരെ പറ്റി ചിന്തിക്കാൻ തൊട്ടപ്പുറത്ത് ആഘോഷിക്കുന്നവർക്കും നേരമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കബറിനെ പറ്റി കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നത് 6 അടി മണ്ണായിരിക്കാം, ഒരു തരി മണ്ണ് പോലും മുകളിലേക്ക് വീഴാതിരിക്കാൻ ചേർത്ത് വെക്കുന്ന സ്ലാബിന്റെ കോൺക്രീറ്റിന്റെ കഷണങ്ങളായിരിക്കാം. പക്ഷേ മനുഷ്യരെ, ഒരു വിശ്വാസിക്ക് ചിന്തിക്കാൻ സാധ്യമല്ലാത്ത വലുപ്പം ആ കബറിനുള്ളിലുണ്ട്. ചിന്തിക്കാനും സ്വപ്നം കാണാനും പറ്റാത്തത്ര സന്തോഷം ആ കബറിലുണ്ട്. മനസ്സുകൊണ്ട് ഊഹിച്ചെടുക്കാൻ പറ്റാത്ത വേദനയും ആ കബറിലുണ്ട്. ഒരു സ്വഹാബിയുടെ ജനാസയുമായി ഖബർ പറമ്പിലേക്ക് ചെല്ലുകയും ആ ഖബർ പറമ്പിലേക്ക് എത്തിയപ്പോ ഖബർ കുഴിച്ച് അവസാനിപ്പിച്ചിട്ടില്ല. ഖബറിന്റെ തൊട്ടടുത്തേക്ക് ആ മയ്യത്ത് വെച്ച് സഹാബാക്കളും റസൂലുള്ളയും നിശബ്ദരായിരുന്നു. ആ സമയത്ത് സഹാബത്ത് പറയുന്നുണ്ട്, ഖബർ കുഴിക്കുന്ന ശബ്ദമല്ലാതെ ഒരില അനങ്ങുന്നത് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ തലയിൽ പറക്കാൻ കാത്തു നിൽക്കുന്ന ഒരു പക്ഷി ഇരിക്കുന്നത് പോലെ ഞങ്ങൾ നിശബ്ദരായി കാത്തിരുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലുള്ള ഒരു ചുള്ളിക്കഷ്ണം കമ്പെടുക്കുകയും ഖബറിന്റെ തലഭാഗത്തേക്ക് നോക്കി പതുക്കെ ആ മണ്ണിൽ അങ്ങനെ കുത്തിത്താഴ്ത്താനും തുടങ്ങി. റസൂലുള്ളാന്റെ കൈകൾക്ക് വേഗത കൂടി. കുത്തിത്താഴ്ത്തുന്ന കമ്പുകൾ പൊടിഞ്ഞു പോകാൻ തുടങ്ങി. അവസാനം കണ്ണുനീരുകൾ ഖബറിലെ കുറ്റി വീഴുമാറ് റസൂലുള്ളാന്റെ താടിരോമങ്ങൾ കണ്ണുനീര് കൊണ്ട് നനഞ്ഞപ്പോ അള്ളാന്റെ റസൂല് കണ്ണ് നിറഞ്ഞ് ആ കലങ്ങിയ കണ്ണോടെ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് ശരണം ചോദിക്കണം, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. മിൻ അദാബിൽ ഖബർ, ഈ ഖബറിലുള്ള ശിക്ഷയെ തൊട്ട്, ഖബറിൽ അള്ളാഹ് ഒരുക്കിയ ശിക്ഷയെ തൊട്ട് നിങ്ങൾക്ക് റബ്ബിനോട് കാവൽ ചോദിക്കാൻ പറ്റണം. കാരണം ഏത് ഖബറിനും ഒരു ഇടുക്കമുണ്ടാകും. ഏത് മയ്യത്തിനെയും അള്ളാഹ് ഖബറിലൊന്ന് ഭയപ്പെടുത്തും. അത് അള്ളാഹുവിന്റെ പ്രവാചകന് പോലും അനുഭവിക്കേണ്ടി വരും എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. അതുകൊണ്ട് ആ മരണത്തിന്റെ വേദന അള്ളാന്റെ റസൂലുള്ള അറിഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ കൺമുൻപിൽ കണ്ടപ്പോ കരഞ്ഞത്. അത് അള്ളാഹുവിന്റെ തിരുദൂതൻ സഹാബത്തിനോട് വീണ്ടും പഠിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലിൽ ഖബരി ലഗ്തൻ, തീർച്ചയായും ഖബറിനൊരു ഞെരുക്കമുണ്ട്. ഖബറിന് വല്ലാത്തൊരു പെടച്ചിലുണ്ട്, വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ഖബറിന്. വലൗ കാന അഹദുനാജിയൻ, ആ ഖബറിന്റെ ഇടുങ്ങലിൽ നിന്ന് ഏതെങ്കിലും ഒരു ആത്മാവ് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ നജാ മിൻഹാ സഅദ് ബിൻ മുആദ്, ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്നും എന്റെ സഅദ് രക്ഷപ്പെടുമായിരുന്നു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആര് എന്ന ചോദ്യത്തിന് ചരിത്രം ഉത്തരം പറയുന്നുണ്ട്. ബദറിന്റെ രണാങ്കണത്തിൽ 314 സഹാബത്തിന്റെ കൂടെ അൻസാരികളുടെ നേതാവായി നിന്ന സ്വഹാബി 900-ൽ പരം വരുന്ന ശത്രു സൈന്യത്തെ കണ്ട് എന്ത് ചെയ്യണം എന്ന് അള്ളാന്റെ ഹബീബായ റസൂലുള്ള ആശങ്കപ്പെടുമ്പോ
സഅദ് ബിൻ മുആദിന്റെ അരികിൽ ചെന്ന് റസൂല് ചോദിച്ചു, സഅദേ, എന്ത് ചെയ്യണം? യുദ്ധത്തിനിറങ്ങിയാൽ കൂടെ നിൽക്കുമോ? അൻസാരികളോടാണ് ചോദ്യം, അവരുടെ നേതാവ് സഅദ് റളിയല്ലാഹു അൻഹുവിനോട്. അന്ന് സഅദ് റളിയല്ലാഹു അൻഹു റസൂലിന് കൊടുത്തൊരു മറുപടിയുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, സഅദിന്റെ കഴുത്തിന്റെ മുകളിലേക്ക് തല കാണാതിരിക്കുകയും സഅദിന്റെ മയ്യത്തിൽ നിന്ന് ബദറിലെ മണലിൽ ആ മയ്യത്ത് കിടക്കുമ്പോ അതിൽ നിന്നും കഴുകന്മാരും അല്ലെങ്കിൽ പക്ഷികളും മാംസം കൊത്തിവലിക്കുന്നത് കണ്ടാൽ മാത്രമേ താങ്കളെ ഞങ്ങൾ വിട്ടേച്ചു പോകൂ. അത് കണ്ടാൽ താങ്കൾ എന്റെ വീട്ടിലേക്ക് ഓടണം. എന്റെ ഭാര്യയും മക്കളും താങ്കളെ സംരക്ഷിച്ചുകൊള്ളും. അത് പറഞ്ഞ സഅദ് ബിൻ മുആദിനെ പറ്റിയ അള്ളാന്റെ റസൂലുള്ള ഓർമ്മപ്പെടുത്തിയത്, ആ ഖബറിൽ നിന്നും ഒരാളെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ, ആ ഖബറിന്റെ വൈക്കത്തിൽ നിന്നൊരാളെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ നജാ സഅദ് ബിൻ മുആദ്, എന്റെ സഅദ് ബിൻ മുആദ് അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഖബറിലേക്ക് വെക്കുമ്പം പടച്ച റബ്ബൊന്ന് ഖബറിടുക്കി കളയും. ആ ഖബറിന്റെ ഇടുക്കലിൽ അല്ലാഹു തആല ഏതൊരാത്മാവിനെയും അറിയിക്കുന്നത് ഖബർ എത്രമാത്രം ഭയാനകമാണെന്ന് ബോധ്യപ്പെടുത്താനാ. പക്ഷേ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ അല്ലാഹ് ഖബറിന് ഇളവുകൾ കൊടുക്കും. ചില ആളുകൾക്ക് അല്ലാഹു തആല ഖബറിന് വിശാലത കൊടുക്കും. മറ്റു ചിലർക്ക് അല്ലാഹ് കാലങ്ങളോളം അന്ത്യനാള് സംഭവിക്കുന്നത് വരെ ആ ഖബറിൽ ഇടുങ്ങിയ അവസ്ഥ കൊടുക്കും. സഹാബാക്കളും പണ്ഡിതന്മാരും പഠിപ്പിച്ചു, അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, 2 വാരിയല്ലുകൾ കോർത്തുപോകുമാറ് ഖബറിൽ അള്ളാനെ കണ്ടുമുട്ടേണ്ട കാലം വരെ അവരാ ഖബറിൽ കടന്നനുഭവിക്കും. സഹാബത്ത് ചോദിച്ചു, റസൂലേ, ആരാണവർ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, ഒരാൾ മരണപ്പെടുമ്പോ അള്ളാഹു തആല അദ്ദേഹത്തെ ഖബറിലേക്ക് വെക്കാൻ കൽപ്പിക്കും. ആ മനുഷ്യനെ ഖബറിലേക്ക് വെക്കുകയും എന്നിട്ട് അവന് വേണ്ടി തസ്ബീത്തും തൽക്കീനും ചൊല്ലിയവർ ഖബറിന്റെ അരികിൽ നിന്നും പിരിഞ്ഞു പോകുമ്പോ ആ പിരിഞ്ഞു പോകുന്ന ആളുകളുടെ കാലടി ശബ്ദം ആ ഖബറാളിയെ പടച്ച റബ്ബ് കേൾപ്പിക്കും. ആ സമയത്ത് അവൻ പേടിക്കും, അവൻ ഒറ്റക്കായെന്ന് തോന്നും, അവൻ സങ്കടം കൊണ്ട് വീർപ്പുമുട്ടി നിൽക്കും. ഫനദല, ആ സമയത്ത് ആകാശത്ത് നിന്നിറങ്ങി വരും 2 മലക്കാനി, റബ്ബിന്റെ 2 മലക്കുകൾ. എന്തിനാ അവരുടെ വരവ്? അള്ളാഹുവിന്റെ ചില ചോദ്യങ്ങൾ ഈ ഖബർ കിടക്കുന്നവനോട് ചോദിക്കാനുണ്ട്. ആ ഖബറിൽ കിടക്കുന്നവനെ തട്ടിയെണീപ്പിക്കും. എന്നിട്ട് അവനോട് ഇരിക്കാൻ പറയും. ഇരുന്ന അവനോട് മുൻകർ നക്കീറുമാറ് ചോദിക്കും. ആദ്യം മൻ റബ്ബുക, നിന്റെ റബ്ബാരായിരുന്നു? കേൾക്കുമ്പം എളുപ്പ റബ്ബി അല്ലാ എന്ന് പറയാൻ പറ്റും എന്നൊക്കെയാ ഞാനും വിചാരിച്ചത്. പക്ഷേ ആ ചോദ്യം അള്ളാന്റെ റസൂലുള്ള പഠിപ്പിച്ചു. ആ ചോദ്യം കഠിനമാ, നിങ്ങൾക്ക് പറയാൻ ഉത്തരം കിട്ടൂല. അത് പറയാൻ ഉത്തരം കിട്ടുന്നവർക്കാർക്ക? ശത്രുവിന്റെ മുഖത്ത് നോക്കി കൈകൾ വെട്ടിമാറ്റിയപ്പോഴും റബ്ബി അല്ലാ എന്ന് പറഞ്ഞ ഖബ്ബാബിന് പറ്റും. ചുട്ടുവൈത്ത മണരാരണ്യത്തിൽ മലർത്തി കിടത്തി ചാട്ടവാറുകൊണ്ട് തല്ലിയപ്പോഴും രക്തം പൊടിഞ്ഞ സമയത്ത് ശത്രുവിന്റെ മുഖത്ത് നോക്കി റബ്ബി അല്ലാ എന്ന് പറഞ്ഞ ബിലാൽ ബിൻ റബാഹക്ക് പറ്റും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് എത്ര എളുപ്പം പറയാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ദുനിയാവിൽ അള്ളാനെ സ്നേഹിച്ച് റബ്ബിന് വേണ്ടി ജീവിച്ചവർക്ക് റബ്ബി അല്ലാ എന്ന് പറയാൻ പറ്റൂ. ഏത് ദുനിയാവിലെ സങ്കടങ്ങളിലും അവൻ പറഞ്ഞിട്ടുണ്ടാകും, റബ്ബി അല്ലാ, എനിക്കെന്റെ റബ്ബ് മതി, അവൻ എന്നെ കാത്തോളും. അത് പറഞ്ഞവർക്ക് ഈ ഖബറിലും ആ ഉത്തരം പറയാൻ കിട്ടൂ. അല്ലാതെ എനിക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, റബ്ബ് അല്ലാന്നൊക്കെ എനിക്കറിയാം, അത് ചോദിക്കുമ്പോ റബ്ബി അല്ലാന്നങ്ങ് പറഞ്ഞാ പോരെ എന്ന് നമ്മൾ ചിന്തിച്ചാലും ആ ഉത്തരത്തിന് കഴിവ് കിട്ടുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവുമായിട്ടാ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. വീണ്ടും ചോദിക്കും, മഹാദർ റസൂൽ, ഈ മനുഷ്യനെ പറ്റി, ഈ പ്രവാചകനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? അള്ളാഹുവിന്റെ റസൂലാണെന്ന് ബോധ്യപ്പെടും. പക്ഷേ റസൂലുള്ളാന്റെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു സ്വഭാവ ക്വാളിറ്റിയും ആ മരിച്ച വ്യക്തിക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. നിസ്കരിക്കലും നോമ്പുവൽക്കലും ഉണ്ടാകും, സ്വഭാവം പറ്റേ മോശ, മൂക്കത്ത ദേഷ്യം, ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തേന് തെറി, കുടുംബക്കാരോട് പിണക്ക്, ആരാന്റെ മുതൽ വെട്ടിപ്പിടിക്കല്, ഒരു നല്ല മുഖപ്രസന്നത പോലും ഇല്ലാത്ത വ്യക്തി ആ റസൂലുള്ളാനെ നോക്കി തല താഴ്ത്തിയിട്ട് പറയും, എനിക്കറിയൂല റബ്ബേ,
നിന്റെ റസൂലാണെന്ന് പറയണമെങ്കിൽ ആ റസൂലുള്ളാന്റെ എന്തെങ്കിലും ചില ക്വാളിറ്റികൾ ആ മനുഷ്യന്റെ ഉണ്ടാവണം. അതും ഇല്ലെന്നറിയുമ്പോ അള്ളാഹു ഖുർആനിനെ ഉയർത്തി കാണിക്കും. മഹാദൽ കിതാബ്, ഈ കിതാബിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? വീണ്ടും അവര് വെപ്രാളപ്പെടും. ഉത്തരം പറയാൻ കിട്ടുന്നില്ല. മദ്രസയിൽ പഠിച്ച 5-8 കാണാ സൂറത്തുകൾ ഉണ്ട് എന്നതല്ല ഖുർആനിന്റെ ക്വാളിറ്റി. 114 സൂറത്തുകൾ, 6000-ൽ പരം ആയത്തുകൾ, സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ പരന്നു കിടക്കുന്ന റബ്ബിന്റെ ഖുർആനിനെ പറ്റി ഒരു തവണയെങ്കിലും ഇരുന്നാലോചിച്ച് കരയാത്തവർക്ക് അള്ളാന്റെ ഖുർആനിനെ പറ്റി പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയാൻ കിട്ടൂല. അങ്ങനെ ഓരോ ചോദ്യത്തിന്റെ മുൻപിലും അവര് വല്ലാതെ പതറുമ്പോ, സങ്കടപ്പെടുമ്പോ അല്ലാഹു തആല മലക്കുകൾക്ക് കൽപ്പന കൊടുക്കും. കദിബത, കള്ളനാണവൻ, കള്ളനാണവൻ. ദുനിയാവിൽ ജീവിച്ച കാലങ്ങൾ അത്രയും എന്നെ ഓർക്കാത്തവൻ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകളോട് റബ്ബിന്റെ കൽപ്പന, നിങ്ങൾ നരകത്തിന്റെ ഒരു വാതില് ആ ഖബറിലേക്ക് അങ്ങ് തുറന്നു കൊടുക്കണം. നരകത്തിന്റെ വാതില് തുറക്കപ്പെടുകയും നരകത്തിന്റെ ഭയാനകതയും ചൂടും ആ ഖബറിലേക്ക് അടിച്ചു കയറുമ്പോ അള്ളാഹ് ഖബറ് അങ്ങ് ഇടുക്കി കളയുകയും ചെയ്യും. ഖാലിദീന ഫീഹാ, കാലങ്ങളോളം മഹ്ശറ ലോകത്തേക്ക് എത്തുന്നത് വരെ അവരാ ഇടുങ്ങലിലായിരിക്കും. ആ ഖബറിന്റെ വാതിലേക്ക് തുറക്കപ്പെടുമ്പോ നരകത്തിന്റെ വാതിലിന്റെ ഉള്ളിലൂടെ ഒരാൾ അകത്തേക്ക് കയറി വരും. കണ്ടാൽ വിരൂപൻ, കണ്ടാൽ വെറുപ്പ് തോന്നുന്നവൻ, ഖബറിടുങ്ങി സങ്കടത്തോടെ നിൽക്കുന്ന മനുഷ്യന്റെ മുൻപിൽ വന്ന് ആ മനുഷ്യനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ശപിച്ചുകൊണ്ടിരിക്കും. ഉടനെ ഖബറാളി ചോദിക്കും, അല്ലയോ നാശം പിടിച്ചവനെ, ഇത്രയും ബേജാറിലാ ഞാൻ, എന്നിട്ടും എന്റെ അടുത്ത് വന്ന് എന്നെ ശപിക്കാനും ഒരു കാഴ്ച കൊണ്ട് പോലും സമാധാനം തരാത്ത നീ ആരാണെന്ന് ചോദിക്കുമ്പോ ആ കയറി വന്നവൻ പറയും, അന അമലുക്കൽ ഖബീസ, നീ ചെയ്ത തോന്നിവാസങ്ങളായിരുന്നു ഞാൻ. ദുനിയാവിൽ എനിക്ക് എന്നെ കണ്ടപ്പം ഭയങ്കര മഹബത്തായിരുന്നല്ലോ. എന്നെ കാണുക, ഇന്നെ ചെയ്യുക, ഇന്നെ കുണ്ടെടുക്കാന്നൊക്കെ ഉള്ളത് ആരും അറിയാണ്ട് കുണ്ടെടുന്നോനല്ലേ. ഇപ്പൊ ഖബറിൽ എന്റെ കൂട്ടുകാരനായി അള്ളാഹ് എനിക്ക് നിന്നെയാ നിശ്ചയിച്ചു തന്നതെന്ന് പറയുമ്പോ അന്നവൻ കണ്ണുനീരോടെ റബ്ബിനോട് പറയും, നാദാ, ഇത്രക്ക് സങ്കടാണ് എന്റെ ഖബറിലെങ്കിൽ നിന്റെ മഹ്ശർ എന്തായിരിക്കും റബ്ബേ എന്നവൻ കരഞ്ഞുകൊണ്ടേയിരിക്കും. ആ കരയുന്നവരിൽ പലരും ആ ഉല്ലസിക്കുന്ന അതേ ബീച്ചിന്റെ മറുഭാഗത്തുണ്ട്. അതേ ഖബറിലേക്ക് തന്നെ പലരും ഉല്ലസിക്കുന്ന ഇപ്പുറക്കാരും എത്തിച്ചേരാനുണ്ട്, ഞാനും നിങ്ങളുമടക്കം. അതാണ് റബ്ബ് പഠിപ്പിച്ചതും. എങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിലോ 2 കൈയും നീട്ടി റബ്ബ് സ്വർഗത്തിലേക്ക് സ്വീകരണം കൊടുക്കും. മഹാനായ പ്രവാചക സ്വഹാബി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാത്തൊരു ഭീകരതയുണ്ട് ഖബറിന്. ആ ഭീകരത ഒരാൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയായിരിക്കും. ഇന്നൽ ഖബറ അവ്വല മൻസിലിൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ഖബറിന്റെ അരികിലൂടെ പോകുമ്പോ ആ ഖബറിന്റെ അടുത്തിരുന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞ് അദ്ദേഹം ബോധം കെടാറായ സമയത്ത് സഹാബാക്കൾ ചോദിച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, എന്തിനാ അങ്ങനെയൊക്കെ കരയുന്നേ? ഖബറിനെ അതല്ലെങ്കിൽ സ്വർഗത്തെ ആലോചിച്ചിട്ടാണോ അല്ലെങ്കിൽ നരകത്തെ പേടിച്ചിട്ടാണോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ ഖബറ അവ്വല മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ എന്നാൽ ആഖിറത്തിലെ ഒന്നാമത്തെ വീടാണ്. ആഖിറത്തിലേക്ക് റബ്ബ് തീരുമാനിച്ച ഒന്നാമത്തെ വീടാണ് ഖബർ. ഫഇൻ നജാ മിൻഹു, ആർക്കെങ്കിലും ആ ഖബറിൽ രക്ഷപ്പെടാൻ സാധിച്ചാൽ ഫമാ ബഅദഹു ഐസറു മിൻഹു, തുടർന്ന് അങ്ങോട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. ഖബറിൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റിയാൽ തുടർന്ന് അങ്ങോട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളിലും അവസ്ഥയിലും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. ആ ഖബറിൽ അവന് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനുശേഷമുള്ളതിന്റെ കാഠിന്യൊന്നും ഒരാൾക്കും താങ്ങാൻ പറ്റാത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ ഓർത്ത് ആ സെക്കൻഡിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഓതിക്കൊടുത്തു. പലപ്പോഴും റസൂൽ ഓതിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഖബറിനേക്കാളും വലിയ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയും അള്ളാഹു എനിക്ക് കാണിച്ചു തന്നിട്ടില്ലെന്ന്. അതുകൊണ്ട് ആ ഖബറിലെ ഞാൻ ഭയപ്പെടുന്നു, ഖബറിലെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഖബറിലേക്കുള്ള യാത്രയാ നിങ്ങളുടെയും ജീവിതം. ഈ ദുനിയാവിലെ ഒരു നേട്ടം കൊണ്ടും മരണത്തെ പിടിച്ചു നിർത്താനും ഖബറ് വേണ്ടെന്ന് പറയാനും നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഏത് പൈസക്കാരൻ ആരെ കൊള്ളയടിച്ച് നേടിയാലും ഒരു ഖബറും ശീതീകരിക്കാനും ഒരാളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഒരു വെളിച്ചടാൻ പോലും ഒരാളെ കൊണ്ട് പറ്റിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ചോദിച്ചു, റസൂലെ, ഖബറിൽ ഇരുട്ടാകുമോ വെളിച്ചമുണ്ടാകുമോ? റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു, വെളിച്ചം കിട്ടും.
എന്നിട്ടൊരു ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പള്ളി ഇടക്കിടക്ക് അടിച്ചുവാരുന്ന കറുത്തൊരു സ്ത്രീയെ കാണാതായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആ സ്ത്രീ എവിടെ? മരണപ്പെട്ടു നബിയെ എന്നെന്ന് ചോദിച്ചപ്പം ദിവസങ്ങൾക്ക് മുൻപേ സഹാബത്ത് അതൊരു വലിയ വിഷയമായി കണ്ടിട്ടില്ലായിരുന്നു. വിവരമറിഞ്ഞ ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയുടെ ഖബർ അന്വേഷിച്ചു പോകുകയും ആ ഖബറും പുറത്തു വെച്ച് ആ സ്ത്രീക്ക് വേണ്ടി നമസ്കരിക്കുകയും ചെയ്തു. എന്നിട്ട് തിരുദൂതൻ സഹാബത്തിനോട് പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ളുൽമത്തുൻ അലാ അഹ്ലിഹാ. ഏത് ഖബറും അല്ലാഹു തആല ഇരുട്ടുകൊണ്ടാണ് ആവരണം ചെയ്യുക. ആ ഇരുട്ടും വല്ലാത്തൊരു ഭീകരതയും ഒരു പ്രകാശമില്ലായ്മയും ആ ഖബറിലുണ്ടാകും. വ ഇന്നല്ലാഹ അസ്സ വജല്ല യുനവ്വിറുഹാ ലം അഥവാ യുനവ്വിറുഹാ, അവർക്ക് അല്ലാഹു തആല പ്രകാശം കൊടുക്കും. ലഹും ബിസ്സലാത്തി അലൈഹിം, അവർക്ക് വേണ്ടി നമസ്കരിക്കുന്നവരുടെ നമസ്കാരത്തിനനുസരിച്ച്, മയ്യത്ത് നമസ്കരിക്കുന്ന ആളുകളുടെ നമസ്കാരത്തിനനുസരിച്ച് അള്ളാഹ് ഖബറിൽ വെളിച്ചം കൊടുക്കും. സഹോദരങ്ങളെ, ഇന്ന് മയ്യത്ത് കാണലാ പലർക്കും വലിയ സുന്നത്ത്. മയ്യത്തിന്റെ മുഖമൊന്ന് കണ്ട് വന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തി തിരിച്ചു പോകുമ്പോ പല മയ്യത്ത് നമസ്കാരത്തിനും ആള് കുറവാ. സ്വന്തം കുടുംബത്തിലെ രക്തങ്ങൾക്ക് വേണ്ടിപ്പോലും മയ്യത്ത് നിസ്കരിക്കാൻ നമ്മളിൽ പലർക്കും താല്പര്യമില്ല. എങ്കിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, നമ്മൾ മരിച്ചാലും നമ്മളെ മയ്യത്തുസ്കാരത്തിന് പടച്ചോൻ കൊണ്ടുവരൂല ആളുകളെ. നമ്മളെ മയ്യത്തുസ്കാരത്തിനും അള്ളാഹ് ഉണ്ടാക്കൂല ആളുകളെ. മറ്റൊരുത്തന്റെ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുമ്പോഴേ നമ്മളെ മയ്യത്ത് നമസ്കാരത്തിനും പടച്ചോന്റെ ഒരു കാവലുണ്ടാകും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ചില വാട്സപ്പിലൂടെ അനുശോചനം അറിയിച്ച് ആ സങ്കടം ബോധ്യപ്പെടുത്തിയാൽ മതി എന്ന് ചിന്തിക്കുന്നവർ, മരിച്ചതിന്റെ 3-ാമത്തെ ദിവസമോ 2-ാമത്തെ ദിവസമോ മരിച്ച വീട്ടിൽ ചെന്ന് ബിദ്അത്തിന്റെ ചോറ് തിന്നാ മതി എന്ന് ചിന്തിക്കുന്നവർ, മരിച്ച ആ സമയത്തേക്ക് കണക്കാക്കി ഒന്ന് മയ്യത്ത് നമസ്കരിക്കാൻ പോലും നമുക്ക് താല്പര്യമില്ലെങ്കിൽ ഇതേ ഖബറിൽ, ഇതുപോലെയുള്ള ഖബറിൽ ഒരു ഭാഗത്ത് കിടന്ന് നമ്മൾ കരയേണ്ടി വരും. കുറച്ചാളെങ്കിലും ഒരു വെളിച്ചം കിട്ടാൻ ഞങ്ങളെ മയ്യത്തുസ്കാരത്തിന് വന്നിരുന്നെങ്കിൽ എന്ന്. പിന്നീട് ഒരിക്കലും നമ്മളെ മയ്യത്തിന്റെ ഖബറും പുറത്തു വന്ന് ഒരാളും മയ്യത്തുസ്കരിക്കാറില്ല. ആ മരിച്ച അന്ന് നമ്മളെ മയ്യത്തുസ്കാരത്തിന് ആളുണ്ടാകുമ്പോഴേ നമ്മളെ ഖബറൊന്ന് പ്രകാശിക്കൂ, അതിന്റെ ഉള്ളിൽ ഒരു വെളിച്ചം വരൂ. ആ വെളിച്ചാണ് അല്ലാഹു തആല പറഞ്ഞ യുനവ്വിറുഹാ, ഞാൻ അവർക്ക് കൊടുക്കുന്നു പറഞ്ഞ പ്രകാശം. അത് കിട്ടാനുള്ള ഒരു ജീവിത രീതിയിലേക്ക് നമ്മളെ ഖബറിനെ പറ്റി ചിന്തിച്ചു തുടങ്ങണം. അത്ര അടുത്താ നമ്മളെ ഖബറ്, അത്ര അടുത്താ നമ്മുടെ ജീവിതത്തിന്റെ ആസ്വാദനവും, അത്ര അടുത്താ നമ്മളെ ഖബറും. ആ തിരിച്ചറിവിലേക്കാവണം അള്ളാഹുവിന്റെ ദുനിയാവിൽ നമ്മുടെ ജീവിതം. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ പറയുന്ന ഓരോ വാക്കിന്റെയും അർത്ഥം എല്ലാം തികഞ്ഞവൻ ഞാൻ, നിങ്ങളൊന്നും ഒന്നുമില്ലാത്തവർ എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കരുത്. നിങ്ങളെപ്പോലെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാൾ എന്ന അർത്ഥത്തിൽ ഏതു വാക്കുകളെ കാണുമ്പോഴും സമീപിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഞാനായാലും നമ്മളായാലും അള്ളാഹുവിന്റെ അരികിലേക്ക് ഒരു സമാധാനത്തോടെ മടങ്ങാൻ സാധിക്കൂ. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരു സന്തോഷമാണ് ഒരു പ്രഭാതം. നമ്മളൊക്കെ ചിലര് പറയാറുണ്ട്, നേരം വെളുത്തത് നന്നായാൽ രാവിലത്തെ മൂഡിനനുസരിച്ചാണ് അന്നത്തെ ദിവസം. അതുപോലെ തന്നെ വൈകുന്നേരം ഒരു സന്തോഷം ഉണ്ടായാൽ അന്ന് രാത്രി ഒരു ഹാപ്പിയാണ് എന്നൊക്കെ ചിലര് പറയാറുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, ഒരാള് ഖബറിലേക്ക് വെക്കപ്പെടുന്ന നിമിഷം മുതൽ സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും അവന്റെ ഇരിപ്പിടം അള്ളാഹു രാവിലെയും വൈകുന്നേരവും കാണിച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ഒരാൾ ഖബറിൽ ജീവിക്കുന്ന കാലങ്ങൾ അത്രയും അവന്റെ ജീവിതം സ്വർഗമാണോ നരകമാണോ, അവിടെയുള്ള ഇരിപ്പിടം ഏതെന്ന് പോലും അള്ളാഹ് ഖബറാളിക്ക് കാണിച്ചു കൊടുക്കും. മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന അഹദകും ഇദാ മാത്ത, തീർച്ചയായും നിങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടാൽ, ഇദാ ഉരിദ അലൈഹി മഖ്അദഹു ബിൽ ഗദാത്തി വൽ ഗശി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നും രാവിലെയും വൈകുന്നേരവും അവർക്ക് അവരുടെ ഇരിപ്പിടം അള്ളാഹു കാണിച്ചു കൊടുക്കും.
ഇൻ കാന മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗത്തിലുള്ളവനാണെങ്കിലും വ ഇൻ കാന മിൻ അഹ്ലിൻ നാർ, അവൻ നരകത്തിലുള്ളവനാണെങ്കിലും. നമ്മളെ മരിച്ചുപോയ വല്യാപ്പാരും ഉമ്മാരും ഭാര്യമാരും മക്കളും ഒക്കെ ഇത് കാണുന്നുണ്ട്. പക്ഷെ ഒന്ന് വാത്തുറന്ന് പറയാനോ അതാ മണ്ണിന്റെ മേലെ ആസ്വദിക്കുന്നവരോട് ഒന്ന് സൂക്ഷിക്കാനോ പറയാനോ അവർക്ക് പറ്റൂലെന്ന് മാത്രം. അതാ ഞാൻ സൂചിപ്പിച്ചതും എത്ര രസകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഓരോരുത്തരുടെയും. ഒരു ഭാഗത്ത് ജീവിതം ആസ്വാദനം, മറുഭാഗത്ത് മരണത്തിന്റെ വേദനയും വെപ്രാളവും. രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ പറ്റുന്നില്ല. ഒരു കൂട്ടർക്കും കുറച്ചു കൊടുക്കാനും ഒരാശ്വാസം കൊടുക്കാനും പറ്റുന്നില്ല. അത്ര നിസ്സാരരാ ഞാനും കൊടും ദുനിയാവിൽ. അള്ള നീട്ടിത്തരുന്ന ഓരോ നിമിഷവും ആ മടക്കവും കബറും ഗംഭീരമാക്കാൻ വേണ്ടി പണിയെടുത്താലും നാളെ കബറിൽ ഒരു സമാധാനത്തിന്റെ ഒരു ഇരിപ്പിടം അള്ളാഹു തആല നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും. അല്ലെങ്കിൽ കാലങ്ങളോളം കബറിന്റെ ഇടുക്കത്തിൽപ്പെട്ട് കയറിച്ചെല്ലാനുള്ള നരകത്തിലെ ഇരിപ്പിടവും നോക്കി അറ്റമില്ലാത്തൊരു ലോകത്ത് ഞാനുങ്ങളും കരയേണ്ടി വരും. അത് സംഭവിക്കാതിരിക്കാൻ അള്ളാഹു നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പുറത്ത് നാഥന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ.